ആഗോള രാഷ്ട്രീയത്തിൽ ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കുന്നത് അവിടുത്തെ ഭരണാധികാരികൾക്ക് ലോകവേദികളിൽ ലഭിക്കുന്ന ആദരവ് നോക്കിയിട്ടാണ്. എന്നാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. സ്വന്തം രാജ്യത്ത് സർവാധികാരിയായി വാഴുന്ന ഒരാൾ വിദേശത്ത് ചെന്നപ്പോൾ ഒരു സാധാരണക്കാരനായി മാറി. അതെ, പാകിസ്ഥാനിലെ ഏറ്റവും കരുത്തനായ വ്യക്തി, അവിടുത്തെ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനാണ് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ കോൺഫറൻസിനിടെ ഉണ്ടായ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുകയാണ്. പ്രവേശന കവാടത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സാധാരണ സുരക്ഷാ ഉദ്യോഗസ്ഥ പാക് സൈനിക മേധാവിയെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങളുടെ ID കാർഡ് എവിടെ? പാകിസ്ഥാനിൽ പ്രോട്ടോകോളുകൾക്കും മുകളിൽ നിൽക്കുന്ന ജനറൽ മുനീറിന് ലോകവേദിയിൽ ലഭിച്ച ഈ സാധാരണക്കാരൻ പരിഗണന സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരിക്കുകയാണ്. വെറും ഒരു ID കാർഡ് പരിശോധന എന്നതിലുപരി പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് നേരിടുന്ന ആഗോള പ്രതിസന്ധിയുടെയും കുറഞ്ഞുവരുന്ന അന്താരാഷ്ട്ര സ്വാധീനത്തിന്റെയും അടയാളമായിട്ടാണ് ഈ സംഭവത്തെ ലോകം കാണുന്നത്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? എന്താണ് മ്യൂണിക്കിൽ ശരിക്കും സംഭവിച്ചത്? പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ഇത്രയ്ക്ക് മോശമാണോ? പരിശോധിക്കാം. മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് MSC എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ നയരൂപീകരണ വേദികളിൽ ഒന്നാണ്. രാഷ്ട്രതലവന്മാരും പ്രതിരോധ വിദഗ്ധരും പങ്കെടുക്കുന്ന ഈ വേദിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ്. ജനറൽ മുനീർ തന്റെ അകമ്പടിക്കാരോടൊപ്പം ഹാളിലേക്ക് പ്രവേശിക്കാൻ എത്തിയതായിരുന്നു. എന്നാൽ ഗേറ്റിൽ വെച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥ അദ്ദേഹത്തെ തടഞ്ഞു. നിൽക്കൂ, നിങ്ങളുടെ ID കാർഡ് കാണിക്കൂ എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥയുടെ നിർദ്ദേശം. ഉദ്യോഗസ്ഥയുടെ വാക്കുകൾക്ക് മുന്നിൽ പാക് ജനറലിന് പതറേണ്ടി വന്നു. കഴുത്തിലിട്ടിരുന്ന ID കാർഡ് തിരിഞ്ഞു പോയതുകൊണ്ടോ കൃത്യമായി കാണാത്തത് കൊണ്ടോ ആണ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ആവശ്യപ്പെട്ടത്. ഉടൻ തന്നെ ജനറൽ മുനീർ തന്റെ കാർഡ് നേരെയാക്കി കാണിക്കുകയും പരിശോധന പൂർത്തിയാക്കി അകത്തേക്ക് കടക്കുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ സെക്യൂരിറ്റി ചെക്ക് ആണെന്ന് തോന്നാം. പക്ഷേ പാകിസ്ഥാനിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ ഒരാൾക്ക് ലഭിച്ച ഈ ഒരു അടി സോഷ്യൽ മീഡിയ ആഘോഷമാക്കി മാറ്റുകയാണ്. ഈ സംഭവത്തെ വെറും ഒരു ടെക്നിക്കൽ മിസ്റ്റേക്കായി കാണാൻ സൈന്യത്തിന്റെ വിമർശകർ തയ്യാറല്ല. മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥനായ ആദിൽ രാജയെ പോലുള്ളവർ പറയുന്നത് ലോകത്തിന് മുൻപിൽ പാക് സൈനിക മേധാവിക്ക് പ്രത്യേക പരിഗണനകളൊന്നുമില്ലാത്ത വെറും ഒരു സാധാരണക്കാരന്റെ പരിവേഷം മാത്രമാണെന്നാണ്. സ്വന്തം രാജ്യത്ത് നിയമങ്ങൾക്ക് അതീതനായി നടക്കുന്ന ഒരാൾക്ക് അന്താരാഷ്ട്ര വേദിയിൽ സ്വയം വെളിപ്പെടുത്താൻ ID കാർഡ് കാണിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ആഗോള പ്രശസ്തിയിലെ കുറവായിട്ടാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അസീം മുനീറിന്റെ മ്യൂണിക് സന്ദർശനത്തിനെതിരെ ജർമ്മനിയിൽ വൻ പ്രതിഷേധം നടന്നിരുന്നു. സിന്ധ്, ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിൽ പാക് സൈന്യം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ജയ്സിന്ദ് മുത്തഹിദ മഹസ് JSMM പോലുള്ള സംഘടനകൾ രംഗത്തെത്തി. ഇത്തരം ഒരു വ്യക്തിയെ ജർമ്മനിയിലേക്ക് ക്ഷണിച്ചത് ശരിയായില്ലെന്ന് കാട്ടി ഇവർ ഐക്യരാഷ്ട്രസഭയ്ക്കും യൂറോപ്യൻ യൂണിയനും കത്തയച്ചു. 1971 ബംഗ്ലാദേശ് വംശഹത്യ മുതൽ ഇമ്രാൻഖാന്റെ തടവ് വരെ നീളുന്ന ആരോപണങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. ഈ പ്രതിഷേധങ്ങൾക്കിടയിലാണ് യാദൃശ്ചികമായി ഈ ഒരു വീഡിയോ പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ മ്യൂണിക് പോലുള്ള വേദികളിൽ റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും മറ്റും ജനറൽ മുനീർ അവിടെ ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് പാക് സൈന്യത്തിന്റെ ISPR അവകാശപ്പെടുന്നു. എങ്കിലും ഒരു സാധാരണ സുരക്ഷാ ഉദ്യോഗസ്ഥ തന്റെ വിരൽ ചൂണ്ടി ഒരു ജനറലിനെ തടയുന്ന ദൃശ്യം പാകിസ്ഥാന് നൽകുന്ന പ്രതിച്ഛായ ഒട്ടും മികച്ചതല്ല. സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ഉലയുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥ കൂടിയാണ് ആ ഗേറ്റിലെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അന്തസ്സ് എന്നത് അതിന്റെ സൈനിക ശക്തിയിൽ മാത്രമല്ല, അത് ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളിലും പ്രോട്ടോകോൾസിലും ഒക്കെയാണ് ഇരിക്കുന്നത്. മ്യൂണിക്കിലെ ഈ ID കാർഡ് പരിശോധന നമുക്ക് നൽകുന്ന പാഠം മറ്റൊന്നുമല്ല. നിയമങ്ങൾക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അതൊരു രാജ്യത്തെ ഏറ്റവും വലിയ ജനറൽ ആയാൽ പോലും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മ്യൂണിക്കിലെ ഈ സംഭവം പാകിസ്ഥാന് നൽകുന്നത് ഒരു റിയാലിറ്റി ചെക്കാണ്. നിയമങ്ങൾക്കും പ്രോട്ടോകോൾസിനും മുകളിൽ തങ്ങളാണെന്ന ചിന്ത ആഗോള വേദികളിൽ വില പോകില്ലെന്ന് അസീം മുനീറിന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് അതിന്റെ തോക്കുകളിലല്ല, മറിച്ച് ലോകത്തിന് മുൻപിലുള്ള അതിന്റെ മാന്യതയിലാണ്. അത്രയുള്ള കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.